ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ രാവിലെ എണീച്ച് എനിക്ക് അത്താഴത്തിന് വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് പറ്റിയില്ല, ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ ബെഡ്ഷീറ്റൊക്കെ മടക്കി വെക്കാണ്. ഞങ്ങളുടെ വീട്ടിൽ ആരാണോ ലാസ്റ്റ് എണീക്കുന്നത്, വീട്ടിലല്ല ഞങ്ങളുടെ റൂമിൽ ആരാണോ ലാസ്റ്റ് എണീക്കുന്നത് ഓരാണ് ബെഡ്ഷീറ്റൊക്കെ മടക്കി വെക്കേണ്ടത്. അപ്പോൾ ഇന്ന് ഞാനാണ് ലാസ്റ്റ് എണീച്ചത്. പിന്നെ ഞാൻ മടക്കി വെച്ച്. അപ്പോൾ ഗായ്സ്, അപ്പം നമ്മളങ്ങനെ മടിക്കൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയെന്ന് പറയുമ്പോൾ എനിക്ക് പഠിക്കാനുണ്ട്. കാരണം മറ്റന്നാൾ 19-ാം തീയതി എനിക്ക് എക്സാം ഉണ്ട്, മലയാളമാണ്. കുറച്ച് പഠിച്ചിരിക്കണം, എന്നാലും ഇനി ഒന്നും കൂടി നോക്കണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് 1K സബ്സ്ക്രൈബർ ആവാൻ പറ്റുള്ളൂ. ഞാൻ യൂട്യൂബ് എടുത്ത മുതലുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു 1K സബ്സ്ക്രൈബർ ആവണമെന്ന്. പൊതുവെ അങ്ങനെ തന്നെയാണ്. ഏതൊരാൾ യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണെങ്കിലും ഒരാഗ്രഹം എന്ന് പറയുന്നത് 1K സബ്സ്ക്രൈബർ ആവണം എന്നാണ്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ ആവാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താ ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വീഡിയോയിലേക്ക് പോവാം. ഞാൻ പിന്നെ പഠിക്കാൻ പോകാനൊക്കെ വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ അമ്മ വന്നിട്ട് പറഞ്ഞ് ഇന്ന് പരിപ്പ് വടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പരിപ്പ് ഞാൻ വെള്ളത്തിലിട്ടിക്കണേ, ഒന്ന് പരിപ്പൊന്ന് അരയ്ക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ പാവാണ് ഉമ്മ, പിന്നെ പറഞ്ഞത് അരച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ പിന്നെ നമ്മളത് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ പിന്നെ അതൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകാണ് കേട്ടോ. പിന്നെ അമ്മ പുറത്ത് നിൽക്കുന്നുണ്ട്. അമ്മ പറയുന്നുണ്ട് ഒന്ന് വീഡിയോ ഓഫാക്കി, എനിക്ക് അങ്ങോട്ട് വരണമെന്ന്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു ഉമ്മ കുറച്ച് നേരം കൂടി ഉള്ളൂന്ന്. അപ്പം അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ പരിപ്പ് ഫുള്ള് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് മിക്സിയിൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു ഇനിയിപ്പോൾ ഒന്നുമില്ലല്ലോ, ഞാൻ പോയി പഠിക്കട്ടെ. അപ്പം അമ്മ പറഞ്ഞു ഏതായാലും ഇനിച്ച് പഠിക്കാൻ പോകുമല്ലോ, ഇനി പഠിച്ച് കഴിഞ്ഞിട്ടും കൂടി ഇനിച്ച് പോയിക്കോന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ച് ഇനി ഇത്രയും പറഞ്ഞതല്ലേ നമുക്ക് അടിച്ചേരി കൊടുക്കാമെന്ന്. അങ്ങനെ പിന്നെ അടിച്ചേരാണ്. ഇവിടെ പിന്നെ അടിച്ചു തരണ വേഗം കഴിയും. കാരണം 3 റൂമും പിന്നെ ഹാളും കൊല്ലായി മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് കഴിയും. എനിക്കാകുമ്പോൾ ഞാൻ വേഗം എളുപ്പപ്പണി ചെയ്യും കേട്ടോ, അതാണ് പിന്നെ പെട്ടെന്ന് കഴിയണത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കാതിരുന്നിക്കണം. ഞങ്ങളോട് പറഞ്ഞു എനിക്ക് മലയാളമാണ് എക്സാം എന്ന്. അപ്പോൾ എനിക്ക് ഈ ബാക്കിൽ നിന്ന് ഫ്രണ്ടിക്ക് പഠിക്കണതാണ് കേട്ടോ ഇഷ്ടം. ഞാൻ പിന്നെ എനിക്ക് ഫ്രണ്ടിൽ പിന്നെ അത്ര നോക്കാനില്ല. കാരണം ഞാൻ പകുതിയോളം പഠിച്ചു കഴിഞ്ഞിരിക്കണം. ഇപ്പോൾ ക്രിസ്മസ് എക്സാം ആണെങ്കിലൊക്കെ നമ്മൾ പഠിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ കഴിഞ്ഞിരിക്കണം. ഇനി എനിക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മാത്രം മതി. പിന്നെ ബാക്ക് വശത്തിൻ്റെ അവിടെ ഞാൻ തീരെ പഠിച്ചിട്ടില്ല, അതായത് ഈ പാഠം മുതൽ. അപ്പോൾ പിന്നെ ഇവിടെ നിന്ന് എനിക്ക് എന്തായാലും നല്ലപോലെ നോക്കണം. അങ്ങനെ പിന്നെ കുറച്ച് നേരം ഇരുന്ന് പഠിക്കാമെന്നൊക്കെ വിചാരിച്ച്. കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ചധികം നേരം ഞാൻ പഠിക്കാൻ ഇരുന്നിക്കണ്. അങ്ങനെ ഒരു കുറേ നേരം കേട്ടോ ഞാൻ പഠിക്കാൻ ഇരുന്നിന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് അസർ ബാങ്ക് കൊടുത്തപ്പോൾ ഞാൻ നിസ്കരിക്കാനിരുന്ന്. അത് കഴിഞ്ഞിട്ട് ഇതാ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ 2 ദിവസമായിട്ട് ഇവിടെ മഴയാണ്. അപ്പോൾ ഇനി നമുക്ക് ചെടിക്ക് വെള്ളം ഒഴിച്ച് എന്തായാലും കൊടുക്കണം, മഴയാണെങ്കിൽ കൂടിയും. കാരണം നല്ല വെയിലുണ്ട്. പിന്നെ ഇത് അയൽവാസിൻ്റെ കാശിത്തുമ്പയാണ് കേട്ടോ, കുറേ ഉണ്ട് പല കളറിൽ. ഇനി ഇൻ്റെതെന്ന് പറയുമ്പോൾ കൂടുതൽ ഇലച്ചെടികളാണുള്ളത്. പിന്നെ ഈ സംഭവം എന്ന് പറയുന്നത് അന്ന് ഞങ്ങൾക്ക് കാണിച്ചു തന്നില്ല. ഞാൻ മറ്റേ കടലാസ് പൂവിൻ്റെത് തൈ വെച്ച് വെള്ളത്തിലിരുന്ന് അതിൽ അത് ഉണങ്ങി, ഇത് മാത്രമേ ശരിയായിട്ടുള്ളൂ. ഇനി എന്താ ബാക്കി അവസ്ഥ എന്നൊന്നും പറയാൻ പറ്റൂല. പിന്നെ അതാ ഒരുപാട് ഇലച്ചെടികളാണുള്ളത്. ഒരുപാടൊന്നുമില്ല, കുറച്ചുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുക്കളയിൽ പോയി നോക്കിയപ്പോൾ അനിയത്തി ഇതാ ഉള്ളി ഇതൊക്കെ മുറിച്ചിട്ട്. ഉള്ളി മുറിച്ചത് ചിക്കൻ കറിയാണെന്ന് ഉണ്ടാക്കണം. അപ്പം അതിന് വേണ്ടി ഇവിടെ ഉമ്മ പറഞ്ഞപ്പോൾ മുറിച്ചതാണ്. പിന്നെ പരിപ്പ് വടൻ്റെ സംഭവങ്ങളാണ്. അപ്പോൾ ഗ്യാസിലാണ് പൊതുവെ ഉണ്ടാക്കല്. പിന്നെ ഗ്യാസ് കഴിഞ്ഞിരിക്കണം, പിന്നെ അടുപ്പിലുണ്ടാക്കാൻ വിചാരിച്ച്. പിന്നെ ഞാൻ വെറുതെ ഇരുന്നപ്പോൾ എന്നോട് ഉമ്മ പറഞ്ഞാൽ ഏതായാലും ഇനി ബത്തക്ക മുറിച്ചോന്ന് പറഞ്ഞു. ബത്തക്ക മുറിക്കണമെങ്കിൽ ഞാൻ പൈനാപ്പിൾ മുറിച്ച് വെച്ചിരുന്നിട്ടാണ്. പിന്നെ വീഡിയോ എടുക്കാൻ മറന്നുപോയതാണ്. പിന്നെ ബാങ്ക് കൊടുത്ത് നമ്മൾ ചായ കുടിക്കാൻ നിന്ന് പരിപ്പാടയും പിന്നെ ഫ്രൂട്ട്സും ഉണ്ടായിരുന്നു. എനിക്ക് പിന്നെ അത് കഴിച്ച് കഴിഞ്ഞ് പിന്നെ നിസ്കരിച്ച് പിന്നെ ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ടാ. ഞാൻ ഉറങ്ങി എണീച്ചത് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഉമ്മ വിളിച്ചപ്പോഴാണ്. അപ്പോൾ ഫുഡിന് ചിക്കൻ പൊരിച്ചത്, പിന്നെ കർമൂസൻ്റെ ഉപ്പേരി, പിന്നെ അയൽവാസിനോട് കൊണ്ടുവന്ന ചിക്കനും പൂളായിരുന്നു. ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ബൈ ബൈ.